ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതുവിനോട് പല്ലവി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇത് ഋതു എവിടെയാണ് പോയതെന്നും എന്ത് അപകടത്തിലാണ് വീണതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സേതുവിന് ആകെ ദേഷ്യം വരും കേട്ടോ. സേതു അപ്പം തന്നെ പല്ലവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ്. അതേസമയം പൊന്നുമടത്തിലാണെങ്കിലോ വീണ്ടും പ്രതാപനെ കൂട്ടിക്കൊണ്ടിരാണ് കുറുപ്പ്. അത് വേറൊന്നിനല്ല, പ്രതാപൻ പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് എന്നെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ തൻ്റെ പല രഹസ്യങ്ങളും എനിക്കറിയാം, അതൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് തുറന്നു പറയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പ്രതാപനെ കൂട്ടിക്കൊണ്ട് കുറുപ്പ് പൊന്നുമടത്തിലേക്ക് എത്തിയാട്ടോ. പൂർണ്ണിമ പറയുന്നുണ്ട്, ഇയാളെ ഞാൻ ഒരിക്കലും കേറ്റില്ല എന്ന് പറയുമ്പോഴേക്കും കുറുപ്പ് പറയുന്നുണ്ട്, അല്ല ഇവനെക്കാളും തെറ്റ് ചെയ്തവനാണല്ലോ ഈ ഇന്ദ്രൻ, എന്നിട്ട് ഇന്ദ്രനെ നിങ്ങൾ എന്തിനാ ഇവിടെ കയറ്റി നിർത്തിയേക്കണത്? അതുപോലെ തന്നെയല്ലേ പ്രതാപനോട് നീ ഒരു പ്രാവശ്യം ക്ഷമിക്ക്, നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആങ്ങള മാത്രമല്ലേ ഉള്ളൂ, അവനിവിടെ നിന്നോട്ടെ എന്ന് പറയാണ്. പക്ഷെ പൂർണിമ അതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും ഇന്ദ്രന് പൂർണിമയുടെ കയ്യും കാലൊക്കെ പിടിക്കുകയാണ്. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി, എന്നൊക്കെ ഏറ്റു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കാല് പിടിച്ചിരിക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നല്ലോ. അപ്പൊ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചു പറയുന്നുണ്ട് പൂർണിമയുടെ വേണ്ടമ്മേ ഇയാളെ കേറ്റണ്ട കേട്ടോ, അല്ലെങ്കിൽ താൻ തലവേദനയായിട്ട് ഒരുത്തൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇന്ദ്രൻ, അതിന്റെ കൂടെ ഈ തലവേദനയുടെ ആകുമ്പോഴേക്കും ആകെ പൊന്നുമുടൻ തകിടം മാറിയാവും, വേണ്ടമ്മേ ഇയാളെ പറഞ്ഞ് പുറത്താക്ക്. കുറിപ്പ് പറയുന്നുണ്ട്, മോളെ അച്ചു നിനക്കുള്ള ഒരേ ഒരു അമ്മാവനാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവനൊരു അവസരം കൊടുക്ക്, എല്ലാവർക്കും ഒരവസരം കൊടുക്കാൻ പറ്റും. പൂർണിമ പറയുന്നുണ്ട്, കുറുപ്പ ചേട്ടാ എല്ലാവർക്കും ഓരോരോ അവസരം കൊടുക്കാൻ പറ്റും, പക്ഷെ ഈ പ്രതാപന് എത്ര അവസരം കൊടുത്തിട്ടുണ്ട്, ഇവ നന്നാവില്ല, എന്തിനാ കുറുപ്പേട്ടൻ ഇവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ പറയണമെന്ന് എൻ്റെ പൊന്നു ചേച്ചിയല്ല, ചേച്ചിനെ ഉപേക്ഷിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും, സത്യമുള്ള ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഇന്ദ്രൻ പറയുന്നുണ്ട്, എന്നാ താൻ പോയി ആത്മഹത്യ ചെയ്യും. എടാ നീ എന്നെ ചതിക്കല്ലേ, നിനക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എടാ നീ കൂടെ റെക്കമെൻഡ് ചെയ്യടാ, എനിക്കൊന്നും വയ്യ എന്ന് പറയാണ് ഇന്ദ്രൻ. പൂർണിമ കുറുപ്പിനോട് പറയണ്ട്, എന്താണ് ഇവിടെ നിർത്തുന്നത്? ചേട്ടൻ ചോദിച്ചല്ലോ. കുറുപ്പേട്ട അത് ഞാൻ പറഞ്ഞിട്ട് നിർത്തണേന്നുമല്ല, സേതുവിന്റെ നിർബന്ധപ്രകാരമാണ്, ഇന്ദ്രൻ നന്നാവാണെങ്കിൽ ഋതുവിനൊരു ജീവിതം കിട്ടുമല്ലോ, അതുദ്ദേശിച്ചിട്ടാണ് എന്ന് പറയാണ്. എന്തായാലും നീ ഇവനോടൊന്ന് ക്ഷമിക്കേ. എടാ പ്രതാപ നീ മര്യാദയ്ക്ക് നോക്കി കണ്ടുകൊണ്ട് നിന്നോളണം കേട്ടോ. ഓ ശരി, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അവിടെ നിൽക്കുക കേട്ടോ. കുറിപ്പ് പറഞ്ഞത് ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷമാണ് അവിടേക്ക് നമ്മുടെ സേതുവും പല്ലവിയും കൂടി വരുന്നത്. സേതു പൂർണ്ണിമ എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഈ അവതാരം എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്ന് പ്രതാപനെ കാണിച്ച് ചോദിക്കുകയാണ്. പ്രതാപൻ പറയുന്നുണ്ട്, അതെ ഈ നിൽക്കണ പൂർണ്ണിമ എൻ്റെ ചേച്ചിയാണ്, നിങ്ങൾ കാണുന്ന മുമ്പ് എനിക്ക് പൂർണ്ണിമ എൻ്റെ ചേച്ചി മാത്രമല്ല എൻ്റെ അമ്മയും കൂടിയായിരുന്നു, വെറുതെ ഒരൊന്നും പറയല്ല കേട്ടോ, എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിച്ചു, പിന്നെ നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവളെവിടെയമ്മ ഋതു? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, അടക്കളയിലുണ്ട്, എന്താ സേതു ഏട്ടാ എന്ന് അച്ചു ചോദിക്കണേ. ഒന്നുമില്ല, അവൾക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കാനാണ് എന്ന് പറയാണ്. അതിനുശേഷം സേതു നേരെ അടക്കളയിലേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ദ്രനും തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്, പല്ലവി ഉണ്ട് കേട്ടോ കൂടെ. സേതു അടുത്ത ആരും ഇല്ലെന്ന് ഉറപ്പായതിനു ശേഷം ഋതുവിനോട് ചോദിക്കുന്നുണ്ട്, ഋതു നീ എന്ത് കൽപ്പിച്ചിട്ടാണ്, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൃത്തികേടനെയൊക്കെ പോയത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് വൃത്തികേടനെ പോയി സേതു ഏട്ടൻ എന്തൊക്കെയാ പറയണത്, നീ പോയത് എവിടെയാണെന്നും അവിടെ വെച്ച് എന്ത് സംഭവിച്ചെന്നൊക്കെ പല്ലവി എന്നോട് പറഞ്ഞൂടി എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഋതു പറയുന്നുണ്ട്, ഓ അപ്പോഴേക്കും പല്ലവി സേതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? എങ്കിലേ സേതുവിന്റെ കിടത്തത് കേട്ടത് സത്യം തന്നെയാണ്, എനിക്ക് ഭാരം ചുമക്കാനൊന്നും വയ്യ, നിനക്ക് ഇപ്പോഴാണ് ഇത് ഭാരമായിട്ട് തോന്നിയത്, നിനക്ക് ഒരു നാണുമില്ലേ, നീ ഇത്ര ദമ്പതിച്ചോ, നിന്റെ വയറ്റിൽ കിടക്കുന്നത് പാവയും പാവക്കുഞ്ഞൊന്നും അല്ല, മനുഷ്യക്കുഞ്ഞാണ്, അതെന്താ നീ ആലോചിക്കാത്തത്? ഋതു ഒരുമാതിരി ചവർ പെണ്ണുങ്ങൾ പറയണ പോലത്തെ വർത്താനം ഇവിടെ പറയല്ലേ, ഞാനെന്ത് ചവർ പെണ്ണുകൾ പറഞ്ഞ പോലെ പറയണത്, എനിക്ക് ഭാരം ചുമക്കാൻ വയ്യ, ഞാൻ ഇനിയും പോകും, ഇനിയും നല്ല ഹോസ്പിറ്റലിൽ ഇനിയും ഞാൻ പോകും എന്നൊക്കെ ഋതു പറയാണ്. അപ്പൊ സേതു പറയണതേ, മര്യാദക്കില്ലെങ്കിൽ അമോഘം അടിച്ച് ഞാൻ പൊട്ടിക്കും, നോക്ക് നീ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ നിന്റെ കുഞ്ഞും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എന്റെ മാമാന്ന് വിളിക്കേണ്ട കുഞ്ഞുങ്ങളാ, അച്ചുവിന്റെ കുഞ്ഞും നിന്റെ കുഞ്ഞും, അതുങ്ങളെ വെറുതെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, ചോദിക്കാനും പറയാനും ഞാനുണ്ട്, ഈ ചെകുത്താന്റെ കുഞ്ഞെനിക്ക് വേണ്ട എന്ന് ഋതു പറയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഋതുവിന് അപ്പൊ തന്നെ സേതു കൈ എടുത്തിട്ട് ഒരു ഒറ്റ അടി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പല്ലവി, സേതുവേട്ടാ വേണ്ട വേണ്ട സേതുവേട്ടാ, ഋതു ഞങ്ങൾ പറയണത് നീ ഒന്ന് കേക്ക്, പല്ലവി എത്ര പറഞ്ഞാലും ശരി, എനിക്ക് ചെകുത്താന്റെ സന്ധിന വേണ്ട എന്ന് ഋതു വീണ്ടും വീണ്ടും പറയാണ്. അവിടെ ഒളിഞ്ഞും മറിഞ്ഞും കേൾക്കേണ്ട എന്ന ഇന്ദ്രൻ ഇതെല്ലാം തന്നെ കേട്ട് വേഗം തന്നെ ഋതുവിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് സേതു കൈ തടയുന്നുണ്ട് ഇന്ദ്രന്റെ.
ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഋതു ദേ മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടോ, ഈ വയറ്റി കിടക്കണ എന്റെ കുഞ്ഞാണ്, ആ കുഞ്ഞെന്തിനും സംഭവിച്ചിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. ഓഹോ, തനിക്ക് ഇപ്പോഴാണ് തന്റെ കുഞ്ഞാണെന്നൊക്കെ തോന്നിയത്, തനിക്ക് എന്തിനാണോ കുഞ്ഞ്, മാനസിക രോഗി എന്ന് പറയാണ്. നീ എന്താടി പറഞ്ഞത്, മാനസിക രോഗിന്നോ? അതേടി, ഞാൻ മാനസിക രോഗി തന്നെയാണ്, പക്ഷെ എന്റെ കുഞ്ഞുണ്ടല്ലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണോ നീ അതിനിങ്ങനെ ഉപദ്രവിക്കണത്? എടി, ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ നമ്മളൊരു കുഞ്ഞ്, അതിന് എന്റെ സ്വഭാവം എന്താണെന്നോ അതിന്റെ അച്ഛൻ എന്താണെന്നോ ഒന്നും അതിനറിയില്ല, എന്തിനാ ഋതു നീ അതിനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യണത്? നോക്ക്, ഞാൻ ഋതു മര്യാദയ്ക്ക് അതിനോട് പറയാണ്, ഞാനിപ്പോ നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞാണ്, ആ കുഞ്ഞെന്തിനു സംഭവിച്ച ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കില്ല, നിന്നെ എന്തിനും ചെയ്തിട്ട് ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. സേതു പറയുന്നുണ്ട്, കേട്ടില്ല അവൻ പറഞ്ഞത്, അവന്റെ കുഞ്ഞിനോട് അവന്റെ സ്നേഹമുണ്ട്, പിന്നെ കുന്തമുണ്ട്. സേതുവേട്ടനും പല്ലവിയും കേൾക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്, അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അപ്പൊ തന്നെ വിശ്വസിച്ചോ എന്ന് പറയാണ്. അതിനുശേഷം ഋതു അവിടെ നിന്ന് പോകുന്നുണ്ട്. പല്ലവി പറയുന്നുണ്ട്, സേതുവേട്ട വിട്ടുകള, അവളിനി ഇങ്ങനെ പോവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും തനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റുമോ? അല്ല, ഇവിടെ പൂർണിമമ്മയുടെ പറഞ്ഞെടുത്ത് ഞാൻ ഏൽപ്പിക്കാം, പിന്നെ ഹരിയും അച്ചുവൊക്കെ ഉണ്ടല്ലോ, അവളിവിടെ പോയാലും ഹരി കൂടെ പോയിക്കോളും, ഞാനത് ഹരിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സേതു പറയുന്നുണ്ട്, എന്നാലും ഇവിടെ ഇത്ര കച്ചറ പെണ്ണുങ്ങളെ പോലത്തെ സ്വഭാവം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടോ, ഇത്രയും പഠിപ്പും വിവരവും ഉണ്ട്, എന്നിട്ടും വൃത്തികെട്ട പെണ്ണുങ്ങൾ പോണ പോലെ പോയിരിക്കുക അവള്, എനിക്കത് ആലോചിക്കുമ്പോ ഉള്ളംകാലിങ്ങനെ തിളച്ചു മറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവും ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും എന്റെ കുഞ്ഞിന് അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ദ്രനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഇന്ദ്രൻ വീണ്ടും നമ്മുടെ ഋതുവിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഋതു, ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇത് നമ്മുടെ കുഞ്ഞാണ്, നോക്ക്, ആ കുഞ്ഞിനെ വേണ്ടി എനിക്കൊരു അവസരം നീ താ ഋതു, ഞാൻ പഴയ പോലെ ഇനി ഒരിക്കലും ആവില്ല ഋതു, നിന്നെയും കുഞ്ഞിനെ പൊന്നു പോലെ നോക്കിക്കോളാം, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇത്ര സൗകര്യമുള്ളതല്ലേ നിങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്, എന്നെയും കൂട്ടിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഒരു കുടിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾക്ക് അധ്വാനിച്ച് നിങ്ങൾ എന്റെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്ക്, അപ്പൊ ഞാൻ പറയാം നിങ്ങൾ പൊന്നു പോലെയാ നോക്കണത്, അല്ലാതെ വലിയൊരു തറവാട്ടിൽ നിന്നുകൊണ്ട് അയ്യോ ഞാൻ നിന്നെ അങ്ങനെ നോക്കിക്കോളാം, നിന്നെ ഇങ്ങനെ നോക്കിക്കോളാം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഋതു, നീ ഇപ്പൊ എന്റെ കൂടെ വരാമെങ്കിൽ ഏത് കുടിലാണെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകാം, നിന്നെ നമ്മുടെ കുഞ്ഞ് ഒരു ആപത്തും വരാതെ എല്ലാ സുഖ സൗകര്യങ്ങളിലും കൂടി ഞാൻ അധ്വാനിച്ച് പണിയെടുത്ത് നിന്നെ കുഞ്ഞിനെ നോക്കാം എന്നൊക്കെ ഇന്ദ്രൻ പറയുമ്പോൾ ഋതു പുച്ഛത്തോടെ, നീ ഒന്നും പോടാ, നീ ഒന്നും ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോകുവാട്ടോ. ഇന്ദ്രനാണെങ്കിൽ അത് വല്ലാതെ വിഷമമൊന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ഇന്ദ്രൻ മാറി മാറി വരുവാട്ടോ. ഇന്ദ്രന്റെ മനസ്സിൽ ഇപ്പൊ ആ കുഞ്ഞിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം കുഞ്ഞിനെ എന്ത് പേര് വിളിക്കണം, കുഞ്ഞ് ആണായിരിക്കോ പെണ്ണായിരിക്കോ, തന്നെ പോലെ ആയിരിക്കോ ഋതുവിനെ പോലെ ആയിരിക്കോ മുഖച്ഛായ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കലാണ് ഇന്ദ്രന്റെ മെയിൻ പരിപാടിയായിട്ട്. അപ്പൊ ഇന്ദ്രന്റെ ഈ മാറ്റമൊക്കെ സേതുവും പല്ലവി നന്നായിട്ട് നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.